ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നിങ്ങൾ 10 ഗ്രാം സ്വർണം വാങ്ങുകയാണെങ്കിൽ വെറും 73,000 രൂപ നൽകിയാൽ മതിയാകും. പക്ഷേ അതേ 10 ഗ്രാം സ്വർണം ഈ വർഷം വാങ്ങുകയാണെങ്കിൽ 1,05,000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്? ഇനി സ്വർണത്തിന്റെ വില കൂടുമോ കുറയുമോ? സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് ഒരു ഉചിതമായ തീരുമാനമാണോ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ 12 മാസത്തിനുള്ളിൽ സ്വർണത്തിന്റെ വില 44% ഉയർന്നിരിക്കുകയാണ്. ഇന്ന് 1 കിലോ സ്വർണം വാങ്ങണമെങ്കിൽ 1,05,00,000 രൂപ നമ്മൾ നൽകേണ്ടി വരും. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അടുത്ത 10-12 മാസത്തിനുള്ളിൽ സ്വർണത്തിന്റെ വില 1,50,000 രൂപയായി ഉയരുമോ അതോ 73,000 രൂപയായി താഴുമോ എന്നതാണ്. നമ്മൾ ആ ഒരു കാര്യത്തിൽ കടക്കുന്നതിന് മുമ്പ് സ്വർണത്തിന്റെ കഴിഞ്ഞ കുറെ മാസത്തിലെ വില എങ്ങനെയാണെന്ന് പരിശോധിക്കാം. 2024 ജനുവരിയിൽ 1 ഗ്രാം സ്വർണം വാങ്ങാൻ 6,364 രൂപ നൽകിയാൽ മതിയാകും. 2025 ആയപ്പോഴേക്കും 8,209 രൂപ നമ്മൾ നൽകേണ്ടി വന്നു. 2025 സെപ്റ്റംബർ ആയപ്പോൾ അതേ 1 ഗ്രാം സ്വർണത്തിന് നമ്മൾ നൽകേണ്ടത് 15,533 രൂപയാണ്. ഈ ഒരു അവലോകനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ വർഷം കഴിയുന്തോറും സ്വർണത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ അടുത്ത ഒരു 10-12 മാസത്തിനുള്ളിൽ സ്വർണത്തിന്റെ വില ഏകദേശം 1,05,000 അല്ലെങ്കിൽ 1,50,000 രൂപയോ ആകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇനി നമുക്ക് സ്വർണത്തിന്റെ വില ഉയരുമ്പോഴും താഴുമ്പോഴും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. സ്വർണത്തിന്റെ വില ഉയരുമ്പോൾ ഒരു കൂട്ടർ പറയുന്നത് ഇത്തരത്തിൽ ഉയരുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില വരും കാലങ്ങളിലും ഉയരാനാണ് സാധ്യത. പക്ഷെ മറ്റു ചിലർ പറയുന്നത് ചില സമയങ്ങളിൽ ഉയരുകയും മറ്റു ചില സമയങ്ങളിൽ താഴുകയും ചെയ്യുമെന്നതാണ്. അതുമല്ലെങ്കിൽ ഇത്തരത്തിൽ സ്റ്റേബിളായി പോകാനുള്ള സാധ്യതകളും വളരെയേറെയാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ കുറെ വർഷത്തിലെ സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായ ആ ഒരു ചേഞ്ചസ്. നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം. 2012 സ്വർണത്തിന്റെ വില 31,050 രൂപയായിരുന്നു. 2013 ആയപ്പോഴേക്കും അത് 29,600 കുറഞ്ഞു. 2014 ആയപ്പോഴേക്കും സ്വർണത്തിന്റെ വില വീണ്ടും കുറയുകയാണ് ചെയ്തത്. 28,000 രൂപയായി മാറി. 2015 ആയപ്പോൾ സ്വർണത്തിന്റെ വില വീണ്ടും കുറഞ്ഞു. 26,343 രൂപയായി കുറഞ്ഞു. പക്ഷെ 2016 ആയപ്പോൾ സ്വർണത്തിന്റെ വില ചെറിയ രീതിയിൽ ഉയരുകയാണ് ചെയ്തത്. 27,062 രൂപയായി ഉയർന്നു. 2017 ആയപ്പോൾ സ്വർണത്തിന്റെ വില വീണ്ടും ഉയർന്നു. 30,067 രൂപയായി. 2018 ആയപ്പോൾ 34,342 രൂപയായി സ്വർണത്തിന്റെ വില വീണ്ടും ഉയരുകയാണ് ചെയ്തത്. പക്ഷേ 2019 മുതൽ 2025 വരെയുള്ള ആ ഒരു കാലയളവിൽ സ്വർണത്തിന്റെ വില നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് അവലോകനം ചെയ്യാം. 2019 ആയപ്പോഴേക്കും സ്വർണത്തിന്റെ വില 39,108 രൂപയായി ഉയർന്നു. 2019 നിന്നും 2020 ആയപ്പോഴേക്കും സ്വർണത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നിരിക്കുകയാണ്. 50,151 രൂപ നൽകേണ്ടി വന്നു. 2021 ആയപ്പോഴേക്കും വീണ്ടും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 48,099 രൂപ നൽകിയാൽ മതിയാകും. 2022 ആയപ്പോൾ 55,017 രൂപ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 2023 ആയപ്പോൾ 63,203 രൂപ നൽകണം. 2024 ആയപ്പോൾ 78,245 രൂപ നൽകേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ 2025 സെപ്റ്റംബർ മാസത്തിലെ സ്വർണത്തിന്റെ വില എത്രയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,05,000 രൂപ നൽകിയാലാണ് നമുക്ക് 10 ഗ്രാം സ്വർണം വാങ്ങാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് സ്വർണത്തിന്റെ നിക്ഷേപം എപ്പോഴാണ് കൂടുന്നതെന്ന് നോക്കാം. 2025 ഉക്രൈൻ റഷ്യ യുദ്ധം, US ചൈന ട്രേഡ് ടെൻഷൻ, ഡോളർ ഫ്ലക്ച്വേഷൻ എല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ ലോക സാമ്പത്തിക സ്ഥിതിയുടെ ആത്മവിശ്വാസം നല്ല രീതിയിൽ കുറയുകയാണ് ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ ഹൈ റിസ്ക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലെ ക്രിപ്റ്റോ എന്നിവയിൽ നിക്ഷേപിക്കുന്നതിൽ ഒരു ആത്മവിശ്വാസ കുറവുണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് കൂടുതലായിട്ട് സേഫ് അസറ്റ് ആയിട്ടുള്ള സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം കൂടുകയും അങ്ങനെ സ്വർണത്തിന്റെ ഡിമാൻഡ് ക്രമാതീതമായി ഉയരുകയും ചെയ്തു. 2008 റിസഷൻ കാരണം സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ തളർന്നു. ആ ഒരു സമയത്താണ് സ്വർണത്തിന്റെ വില ക്രമാതീതമായി ഉയർന്നത്. ഏകദേശം 150% വില വർധനയാണ് സ്വർണത്തിനുണ്ടായത്.
അതുപോലെ തന്നെ 1990-ലെ ഇന്ത്യയിലെ സാമ്പത്തിക പ്രതിസന്ധിയിലും രാജ്യം RBI വഴി 46.91 ടൺ സ്വർണം വായ്പ എടുക്കുകയാണ് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ സ്വർണം രാജ്യത്തെ സംരക്ഷിക്കുന്ന ഒരു വസ്തുവായാണ് മാറിയത്. അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ ഓരോ കുടുംബത്തിനും സ്വർണം ഒരു സേഫ്റ്റി അസറ്റായി മാറി. അങ്ങനെ ജനങ്ങൾക്ക് സ്വർണത്തോടുള്ള ആ ഒരു വിശ്വാസത്തിന്റെ അളവ് കൂടുകയും ചെയ്തു. സ്വർണ്ണവിലയെ കുറിച്ചുള്ള അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വെറും 578 രൂപ പ്രതിമാസം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി രൂപയുടെ ലൈഫ് കവർ നേടാൻ സാധിക്കും. നിങ്ങൾ ഒരു സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ ആദ്യ വർഷത്തിൽ 15% വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് നേടാൻ സാധിക്കും. സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന അവർ നൽകിയിട്ടുണ്ട്. ആദ്യ വർഷത്തിൽ 15% ഡിസ്കൗണ്ടും അതുപോലെ തന്നെ 15% ലൈഫ് ടൈം ഡിസ്കൗണ്ടും നേടാൻ സാധിക്കും. 3 മണിക്കൂറിൽ ക്ലെയിം സെറ്റിൽമെന്റ് ആണ് നമുക്ക് ഇവിടെ പ്രധാനമായി എടുത്തു പറയാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസിനെ കുറിച്ചാണ്. 99.70% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഇവരുടെ ഒരു പ്രത്യേക ക്വാളിറ്റിയായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. മറ്റ് കമ്പനികളെ താരതമ്യം ചെയ്യുമ്പോൾ ഈ ഒരു റേഷ്യോ വളരെ വലുതാണ്. പിന്നെ നമുക്ക് ഇവരുടെ ഒരു പ്രത്യേകത എടുത്തു പറയാൻ സാധിക്കുന്നത് ഇവരുടെ സ്പെഷ്യൽ എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റ് ആണ്. പ്രത്യേക എക്സിറ്റ് വാല്യൂ ബെനിഫിറ്റിലൂടെ അടച്ച എല്ലാ പ്രീമിയവും 100% ബെനിഫിറ്റോടെ തിരികെ നേടാൻ സാധിക്കും. ഇവരുടെ സ്മാർട്ട് കവറേജിലൂടെ മരണാന്തരമായി ലഭിക്കുന്ന ഇൻഷുറൻസ് തുക 15 വർഷത്തിന് ശേഷം ഇത് ബേസം അഷ്യൂർഡിന്റെ 100% ആയിരിക്കും. അതുപോലെ തന്നെ മരണത്തിന് ശേഷം ഗ്യാരണ്ടീഡ് ബെനിഫിറ്റ് ക്ലെയിമും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ഇൻഷുറൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്സിസ് മാക്സ് ലൈഫ് സ്മാർട്ട് ടേം പ്ലാൻ പ്ലസ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങളുടെ കുടുംബത്തിനെ സുരക്ഷിതമാക്കാൻ ഇതിലും നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ടാകും. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാം. സ്റ്റോക്ക് മാർക്കറ്റും സ്വർണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ എന്നും നോക്കാം. സാധാരണയായി എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഉയർന്നാൽ സ്വർണത്തിന്റെ വില കുറയും എന്നൊരു കാര്യം. പക്ഷേ 2006 മുതൽ 2024 വരെയുള്ള ഡേറ്റ നോക്കുകയാണെങ്കിൽ കുറച്ച് കാലഘട്ടങ്ങളിൽ മാത്രമേ അത് ശരിയായിരുന്നുള്ളൂ. ബാക്കി സമയങ്ങളിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് ഉയരുമ്പോഴും സ്വർണത്തിന്റെ വില ഉയരുന്നുണ്ടായിരുന്നു. പക്ഷെ ചില സമയങ്ങളിൽ രണ്ടും ഉയരുകയും ചില സമയങ്ങളിൽ രണ്ടും താഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു ഉദാഹരണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1980 മുതൽ 1989 വരെയുള്ള കാലഘട്ടത്തിൽ സ്വർണത്തിന് 0 റിട്ടേൺ ആണ് ലഭിച്ചുകൊണ്ടിരുന്നത്. 1996 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തിൽ ഗോൾഡിന്റെ പ്രൈസ് സ്റ്റാഗ്നന്റ് ആയിരുന്നു. 2012 മുതൽ 2019 ഗോൾഡിന്റെ പ്രൈസ് സ്റ്റാഗ്നന്റ് ആയിരുന്നു. പക്ഷേ 2004 മുതലും 2012 വരെയും അതുപോലെ തന്നെ 2019 മുതലും 2025 വരെയും സ്വർണത്തിന്റെ ഗ്രോത്ത് എക്സലന്റ് ആയിരുന്നു. വളരെ വലിയ രീതിയിൽ സ്വർണത്തിന്റെ വില ഉയർന്നുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ അപ്പോൾ സ്വർണത്തിൽ കൂടുതൽ നിക്ഷേപിക്കുന്നത് ഉചിതമായിരിക്കുമോ? ഞാൻ നിങ്ങൾക്ക് കോമൺ ആയി ഒരു ഉപദേശം നൽകാം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിക്ഷേപം ഒരു സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കരുത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. നിങ്ങൾ ഇപ്പോൾ സ്വർണത്തിൽ മാത്രം നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സ്വർണത്തിന്റെ വില നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഉയർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ ലാഭം ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ പണം നിക്ഷേപിക്കുന്നതെങ്കിൽ സ്റ്റോക്ക് തകരുകയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായി നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ പണം കൃത്യമായി പല രീതിയിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കുക. അതായത് കുറച്ചു തുക സ്റ്റോക്ക് മാർക്കറ്റിൽ, കുറച്ചു തുക സ്വർണം, അങ്ങനെ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകളിൽ നിങ്ങളുടെ പണം കൃത്യമായി നൽകുകയും അവിടെ കൃത്യമായി പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ ലഭിക്കും. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു ഇത് തകരുകയാണെങ്കിൽ മറ്റേ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ലാഭം നേടാൻ സാധിക്കും. സ്വർണത്തിന്റെ വില കുറയുകയാണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ലഭിക്കും. ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റ് തകരുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർണത്തിന്റെ വില ഉയരുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പണം ഒരു സ്ഥലത്ത് മാത്രം നിക്ഷേപിക്കാതെ പല തരത്തിലും നിക്ഷേപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ സ്വർണത്തിന്റെ വില, കാലങ്ങളായി ഉണ്ടാകുന്ന മാറ്റം, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. സ്വർണത്തിന്റെ വില കൂടുമോ കുറയുമോ എന്നത് ആർക്കും നിർവചിക്കാൻ കഴിയില്ല. അതിന്റെ കാരണങ്ങൾ, സ്വർണത്തിന്റെ വില കൂടാനും കുറയാനുമുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പോൾ എപ്പോഴാണ് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ സ്വർണത്തിന്റെ വിലയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല.
നിങ്ങൾ ലോങ് ടേം, അതായത് നിങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സ്വർണം ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ്, കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ, നമുക്ക് ആ വീഡിയോയും ചെയ്യാവുന്നതാണ്. Bosswala. Be the boss.